ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു NTM പൊളിറ്റിക്കൽ ടോക്ക്. രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേഷനാണല്ലോ മുംബൈ കോർപ്പറേഷൻ. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്തെത്തിയിരിക്കുകയാണ്. ഏകദേശം മാർച്ച് മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത. രാജ്യത്തെ ബിസിനസ് തലസ്ഥാനം, ഏറ്റവും വലിയ കോർപ്പറേഷൻ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പാണ് മുംബൈയിലേത്. മാസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. ലോക്സഭാ ഇലക്ഷന് ശേഷം മുംബൈയിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടുവാനാണ് സാധ്യത. ഇപ്പോൾ വരുന്ന ന്യൂസുകൾ കൂട്ടി വായിച്ചാൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടും. കാര്യമായ മാറ്റങ്ങൾ വരാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയിലാണ്. BJP നേതൃത്വം നൽകുന്ന മുന്നണിയിൽ മാറ്റങ്ങളൊന്നും സാധ്യത ഇല്ല. എന്ന് വെച്ചാൽ പാർട്ടികൾ അതിൽ നിന്ന് കൊഴിഞ്ഞു പോകുകയില്ല, പകരം പുതിയ പാർട്ടികൾ അതിൽ ചേരാനും സാധ്യതയുണ്ട്. മറിച്ച് BJP മുന്നണി വിപുലീകരണ സാധ്യത കൂടുതലാണ് എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന. രാഷ്ട്രീയ പാർട്ടികൾ വളർത്താനും വളരുവാനുമുള്ള ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ്. കാരണം അത് സാധാരണക്കാരുടെ തെരഞ്ഞെടുപ്പാണ്. സ്ഥാനാർത്ഥിയും വോട്ടറും തമ്മിൽ നേരിട്ട് അറിയുന്നവർ. പാർട്ടിക്കും വ്യക്തിക്കും ഒരേപോലെ പ്രാധാന്യമുള്ള സ്ഥാനാർത്ഥികൾ ആണ് എപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരാറുള്ളത്. എന്നാൽ പാർട്ടികൾക്കും പ്രാധാന്യമുണ്ട് താനും. പാർട്ടി വളർത്താനുള്ള അവസരം ഒരു പാർട്ടിയും പാഴാക്കുകയില്ല. പിന്നെ ചെറിയ പാർട്ടികൾക്കൊക്കെ തങ്ങൾക്ക് ഈ വാർഡിൽ ഇത്ര വോട്ടുണ്ട് എന്ന് വ്യക്തമായി അറിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. ആയതുകൊണ്ട് ഈ സാധാരണക്കാരുടെ തെരഞ്ഞെടുപ്പിൽ മുംബൈ രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും 1-2 മാസങ്ങൾക്കപ്പുറം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മുംബൈ നഗരം പ്രവേശിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നതിനനുസരിച്ച് പുതിയ വീഡിയോകളുമായി വീണ്ടും നമുക്ക് കാണാം. ഈ വീഡിയോ മുഴുവനായി വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.